ഹലോ, നമ്മളിന്ന് ജസ്റ്റ് പുറത്ത് പോകാൻ കേട്ടോ. പുറത്ത് ജസ്റ്റ് നമ്മൾ ഒരു സോളോ ഡേറ്റ് പോവാണ്. ഞാൻ ബസ് നോക്കി നിൽക്കുകയാണ്. 9 മണിയുടെ ബസ്സാണ്, ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. അമ്മയുണ്ട് കൂട്ടിന് വിടാനായിട്ട്, ബസ് കയറ്റി വിടാൻ. അങ്ങനെ ബസ്സൊക്കെ വന്നു. ബസ്സിനകത്ത് എൻ്റെ അനിയത്തിക്കുട്ടി ഉണ്ടായിരുന്നു. അവൾ വേറെ വഴിക്കായിരുന്നു ആക്ച്വലി. അനിയത്തിക്കുട്ടിയാണെങ്കിൽ എന്നേക്കാൾ ഒരു വയസ്സടക്കം മാത്രമേ ഉള്ളൂ കേട്ടോ അവൾക്ക്. അങ്ങനെ അവൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം പോസ്റ്റായിരുന്നു. കുറച്ച് നേരം വണ്ടിയിൽ പോസ്റ്റ് അടിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഓച്ചിറ ഇറങ്ങി. അവിടെയും കുറേ നേരം പോസ്റ്റായിരുന്നു. അടുത്ത ബസ് ആയിരുന്നു. നമ്മൾ നോക്കിയിരുന്നു. കഴിഞ്ഞപ്പോഴത്തേക്ക് ബസ്സൊക്കെ വന്നു. അങ്ങനെ ബസ്സിൽ കയറി ഒരു 20 മിനിറ്റോളം അങ്ങനെ ബസ്സിൽ പോസ്റ്റ് അടിച്ചു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു, കൂടെ ആരുമില്ല. ഭയങ്കര ബസ്സൊക്കെ ഇറങ്ങി ഞാൻ പതിയെ നടക്കുകയാണ്. എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ഒരു ബെസ്റ്റ് ഫ്രണ്ടേ ഉള്ളൂ. അവൾ വരാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊരു കടയുണ്ടായിരുന്നു. ഞാൻ അവിടെ കയറി. ഫാൻസി ഐറ്റംസ് എല്ലാം ഉള്ള. എനിക്ക് ഒരു മൂക്കുത്തി വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് മൂക്കുത്തുനിന്ന് ഭയങ്കര ഇഷ്ടം. വീട്ടിൽ സമ്മതിക്കില്ല. അപ്പം ഞാൻ ജസ്റ്റ് പറ്റുന്ന മൂക്കുത്തി നോക്കാമെന്ന് കരുതി കയറി. അങ്ങനെ മൂക്കുത്തിയൊക്കെ വാങ്ങി ഞാനിപ്പോൾ ആ ഫ്രണ്ടിനെ നോക്കിയിരിക്കുകയാണ്. കുറേ നേരം പോസ്റ്റ് അടിച്ചു. അവൾ വരാൻ കുറേ താമസിച്ചു. അങ്ങനെ കുറേ നേരം പോസ്റ്റ് അടിച്ചൊക്കെ ഇരുന്ന് കുറേ മണിക്കൂറുകൾക്ക് ശേഷം മാഡം എത്തിയിട്ടുണ്ട്. ആൾ നാച്ചുറലായിട്ട് ചിരിക്കാൻ നോക്കിയതാണ് വീഡിയോയിൽ. യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ നാച്ചുറലായിട്ട് ചിരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നടന്നു. എനിക്ക് കുറച്ച് ഫോട്ടോ എടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി. പക്ഷേ 2 സ്റ്റുഡിയോയിൽ പോയിട്ട് 2 തുറന്നിട്ടിട്ടായിരുന്നു. പിന്നെ എവിടേക്കോ തപ്പി പിടിച്ച് സ്റ്റുഡിയോയിൽ പോയി. ഞങ്ങൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞു. ഫോട്ടോ എടുക്കാണ്ട് വെയിറ്റിംഗ് ആണ്. അവളുടെ അവിടുത്തെ ആൽബം നോക്കുകയാണ്. ഞാൻ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി നിന്നു. ഭയങ്കര നാച്ചുറലായിട്ട് നിൽക്കാൻ നോക്കിയാണ്. പക്ഷേ ഞങ്ങൾ ജസ്റ്റ് ഒരു സർബത്ത്, എന്താ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. സർബത്താണോ വെള്ളമാണോ അറിയില്ല. ഞങ്ങൾ പിന്നെ അത് കുടിച്ചിട്ടുണ്ട്. പൈനാപ്പിളിൻ്റെ ആയിരുന്നു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഞങ്ങൾ കുടിച്ചു. അവളുടെ ഉമ്മയുടെ കടയിലേക്ക് പോയി. അവളുടെ മാത്രം ഉമ്മയല്ല, എൻ്റെ ഉമ്മയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അവിടെ ഇഷ്ടം പോലെ ജിമിക്കാസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കുറേ ഉണ്ടായിരുന്നു. ബട്ട് നമ്മളൊന്നും വാങ്ങിയിട്ടില്ല. ഞാനൊരു ചെറിയ സ്റ്റഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ കൊണ്ടുവിടാൻ വേണ്ടി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ബസ് സ്റ്റാൻഡ് വരെ വന്നു. ബസ്സിലൊക്കെ കയറി. സത്യം പറഞ്ഞാൽ ബസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പം തപ്പിക്കൊണ്ടിരിക്കുന്നത് ചില്ലറയാണ്. ചില്ലറയില്ലെങ്കിൽ അവർ ഓടിക്കും. അതുകൊണ്ട് പിന്നെ ബസ്സിൽ കുറച്ച് പോസ്റ്റ് അടിച്ചിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ ബസ്സൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ബസ്സിൽ പാട്ട് കേൾക്കുമായിരുന്നു. ഫുൾ ടൈം പാട്ടാണ്. എനിക്ക് ബസ്സിൽ നിന്ന് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തോ സ്വപ്നലോകത്ത് പോയോല എന്തൊക്കെയോ ഇങ്ങനെ പാട്ട് കേട്ട് എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക. അതാണ് മെയിൻ പരിപാടി. ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു. ഭയങ്കര ചൂട്, ഭയങ്കര നട്ടപ്പൊരു വെയിലായിരുന്നു. ഞാൻ ദൂരെ നടക്കണം, അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗൈസ്.